തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിൽ ശ്രീരംഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. 13 നിലകളും 22 മീറ്റർ ഉയരവുമുള്ള മനോഹരമായ രാജഗോപുരമാണ് നമ്മെ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അവിടെ ഏതാണ്ട് 5 മണിയോടടുത്തെത്തിയിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നിത്യപൂജ നടക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇന്ത്യയിൽ വലിപ്പത്തിൽ ഒന്നാമതായി നിൽക്കുന്ന ഇവിടം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. എൺപത്തിയൊന്ന് ആരാധനാലയങ്ങൾ, 21 ഗോപുരങ്ങൾ, 39 പവലിയനുകൾ, ക്ഷേത്ര സമുച്ചയത്തിൽ സംയോജിച്ചിരിക്കുന്ന നിരവധി വാട്ടർ ടാങ്കുകൾ അടങ്ങി 155 ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച തിയേറ്റർ പോലെയുള്ള ഘടനയാണ് ഇവിടുത്തെ 1000 തൂൺമണ്ഡപത്തിനുള്ളത്. വിജയനഗര ഭരണകാലത്താണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ശേഷാരായ മണ്ഡപം, ഗരുഡ മണ്ഡപം, കിളിമണ്ഡപം എന്നിങ്ങനെ പോകുന്നു ബാക്കിയുള്ളവ. ഇവയ്ക്ക് ഓരോന്നിനും പറഞ്ഞാലും കണ്ടാലും തീരാത്തത്ര കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അത്ഭുതവും കൗതുകകരവുമായ കാര്യങ്ങൾ. 7 മതിലുകൾ ചേർന്ന ഇവിടം ഐതിഹ്യവും ചരിത്രവും കൊണ്ട് സമ്പന്നമായ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ബ്രഹ്മാവിന്റെ തപസ്സിന്റെ ഫലമായി സമുദ്രത്തിൽ നിന്നും പ്രണവാകാര വിമാനത്തോടെ ഉയർന്നു വന്ന അനന്തശായിയായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീകോവിലിന്റെ മുകളിലായി കാണുന്ന ഗോപുര സദൃശമായ ഭാഗമാണ് വിമാനം. ദക്ഷിണേന്ത്യൻ സമൂഹത്തിലേക്കും സംസ്കാരത്തിലേക്കും ആദ്യകാല മധ്യകാല ദക്ഷിണേന്ത്യൻ സാംസ്കാരിക സമൂഹത്തിലേക്കും ചരിത്ര പ്രസിദ്ധമായ ഒരു ജാലകം പ്രദാനം ചെയ്യുന്ന ഈ പുരാതന കേന്ദ്രം ഇവിടം ഒരിക്കലെങ്കിലും സന്ദർശിക്കുന്നത് വഴി നമ്മുടെ പൂർവികരുടെ കലാകായിക വൈഭവം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കാൻ സാധിക്കുമെന്നത് തീർച്ച. വീണ്ടും എത്താമെന്നുറച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. അപ്പോൾ പുറത്ത് ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും കമന്റും ചെയ്യുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി.